കൊണ്ടുവന്ന ഗവൺമെന്റുകളല്ല അത് തുടർന്നു പോയത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്തിനേറെ പറയുന്നു, പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ പറയാം പഴയ 50 വർഷക്കാലം മുമ്പത്തെ കാര്യം പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് CITUവിന്റെ പ്രവർത്തകന്മാർ. ഇപ്പോഴത്തെ കാര്യം തന്നെ പറയാം. 10 വർഷക്കാലം മുമ്പ് കേരളത്തിലെ സ്കൂളുകളുടെ സ്ഥിതി എന്തായിരുന്നു? ഈ കാസർഗോഡ് ജില്ലയിലെ ഈ സീതാങ്കോളിയിൽ അടക്കമുള്ള ഗവൺമെന്റ് സ്കൂളുകളുടെ സ്ഥിതി എന്തായിരുന്നു 10 വർഷക്കാലം മുമ്പ്? പലരും കുറച്ച് സാമ്പത്തികമായിട്ട് ഉള്ള കുടുംബത്തിലെ കുട്ടികളെ എവിടേക്കാണ് സ്കൂളിലേക്ക് പറഞ്ഞയച്ചത്? സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലത്തും നടത്തി വരുമ്പോൾ അവിടെ ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്തുകൊണ്ട് അവിടുത്തെ വണ്ടികൾ വരും. ആ വണ്ടിയിലേക്ക് പേപ്പും സൂട്ടും കൂട്ടിക്കൊണ്ട് കുഞ്ഞുങ്ങളെ വാഹനങ്ങളിൽ കയറ്റി സ്കൂളിലേക്ക് അയക്കാനും അവിടെ തിരിഞ്ഞു കൊണ്ടുവരാനും എല്ലാം നമ്മുടെ ആൾക്കാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ ന്യായീകരണം എന്താണ്? ഗവൺമെന്റ് സ്കൂളിൽ മാഷന്മാരില്ല, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ സൗകര്യമില്ല, ഗവൺമെന്റ് സ്കൂളിലേക്ക് ആരും തന്നെ പോയാൽ പെണ്ണുങ്ങളെ കുട്ടികൾ പഠിക്കില്ല, അതുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോയാൽ മാത്രമേ പഠിക്കൂ, അതുകൊണ്ടാണ് വായിക്കുന്നത്. അയക്കാനുള്ള സാമ്പത്തിക ശേഷി എന്താണ് വേറെ കാര്യം. അത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് വേറൊരു കാര്യം. നമ്മൾക്കെല്ലാവർക്കും ഇങ്ങനെ നിവർന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായത് എങ്ങനെയെന്ന് പഴയകാലത്തെ കുറിച്ച് പറയാൻ പോയാൽ മണിക്കൂറുകളോളം വേണം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് കേരളത്തിൽ UDF ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടച്ചുപൂട്ടണമെന്ന് തീരുമാനിച്ച 146 സ്കൂളുകൾ ഈ LDF ഗവൺമെന്റ് വന്നപ്പോൾ അടച്ചുപൂട്ടിയില്ലാന്ന് മാത്രമല്ല കോടിക്കണക്കിന് രൂപ സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അവിടെ സഹായിച്ച് അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം വേറിട്ട എല്ലാ ബിൽഡിങ്ങുകളും മാറ്റി അത് 2-3 നിലകളുള്ള എല്ലാ സൗകര്യത്തോടു കൂടിയ സ്കൂൾ ബിൽഡിങ്ങുകളാക്കി മാറ്റി. ലാബുകളായാലും ശരി മറ്റുള്ള പഠിക്കാനുള്ളതും അതുപോലെ കളിക്കാനുള്ള സൗകര്യം അടക്കം ഒരുക്കി കൊടുത്തുകൊണ്ട് കുട്ടികളെ അവർക്ക് ചേർക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്താ ഇപ്പോ ഗവൺമെന്റ് സ്കൂളുകളുടെ അവിടുത്തെ വിദ്യാസംവിധാനത്തിന്റെ കണക്ക് പല സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളും പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ആ രീതിയിൽ സാഹചര്യത്തിലേക്ക് പോയത് കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത നയതന്ത്രപരമായിട്ടാണ്. എല്ലാവരെയും പഠിപ്പിക്കണം, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ചാനലുകൾ ഒരു ദിവസമെങ്കിലും വൈകുന്നേരം ഇത്തരം വാർത്തകൾ ഇത്തരം വിഷയം എടുത്തുകൊണ്ട് ചർച്ച നടത്തുന്നില്ല. ചർച്ച നടന്നത് ഇന്ത്യയിൽ 28 സംസ്ഥാനത്ത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് മുഴുവൻ കുട്ടികളും കുടുംബത്തിലെ കുട്ടികളും സ്കൂളിൽ പോകുന്നത്. അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യമാണ് ആ ഗവൺമെന്റ് സ്കൂളുകളിൽ കൊടുക്കുന്നത്? മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അവിടുത്തെ സൗകര്യം എന്താണ്? അവിടുത്തെ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം എന്താണ്? എന്തുകൊണ്ട് നിങ്ങളത് ഇന്ത്യയിലെ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നില്ല? ഇത്തരം ചാനലുകളിലേക്ക് ആ ചർച്ച കൊണ്ടുവരുന്നില്ല. അങ്ങനെ വന്നാൽ അത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആയാലും മുൻപ് ഭരിച്ച കോൺഗ്രസിനെ ആയാലും കുറ്റപ്പെടുത്തേണ്ടി വരും. അതിന്റെ നേതാക്കന്മാരാണ് അതിന് ഉത്തരവാദികളെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് പറയേണ്ടി വന്ന് നിങ്ങൾ ചർച്ചയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ കേൾക്കും. അത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ ജനങ്ങൾ അവർക്കെതിരായിട്ട് വന്നുകൊണ്ടല്ലേ. അത് തന്നെ തൊഴിലില്ലായ്മയുടെ കാര്യം. തൊഴിലിന്റെ കാര്യത്തിൽ എന്താണ് ഇന്ത്യ രാജ്യത്തെ സാമ്പത്തിക തൊഴിലിന്റെ സ്ഥിതി? ഏത് സംസ്ഥാനത്താണ് ശമ്പളമുള്ളത്? ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ട് ശമ്പളമുള്ളത്? ഒരു കാലത്ത് നമ്മുടെ ഇവിടെ കിട്ടുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്ന ശമ്പളം കുറവായതുകൊണ്ടും ജോലി കുറവായതുകൊണ്ടും നമ്മുടെ സഹോദരന്മാർ ഒട്ടേറെ ആൾക്കാർ ഗൾഫ് നാടുകളിലേക്ക് ജോലിക്ക് പോയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരു 10-40 വർഷം 50 വർഷക്കാലം മുമ്പ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പല കുട്ടികളും അപ്പോൾ പോകുന്നത് ബോംബെയിലേക്കാണ്. പല ആൾക്കാർക്ക് അറിയാം. അപ്പോൾ പോകുന്നത് ബോംബെയിലേക്കാണ്. അപ്പൊ ബോംബെയിൽ പോയാൽ ബോംബെയിൽ ഏതെങ്കിലും ജോലി കിട്ടും. ആ ജോലിയുടെ ഹോട്ടലിലായാലും ശരി കടകളിലായാലും ശരി മറ്റുള്ള ജോലികൾ കിട്ടും. ആ ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അവർക്ക് ജീവിക്കാൻ വേണ്ടി കഴിയും. കുറച്ചു കാലം ബോംബെയുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി കഴിയും. അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് അന്ന് കുട്ടികളെല്ലാം പോകുന്നത് അല്ലെങ്കിൽ ചെറുപ്പക്കാർ പോകുന്നത് ബോംബെയിലേക്കായിരുന്നു. എന്ന് ഇപ്പോ ഈ സീതാഗോളിയിൽ മഹാരാഷ്ട്രയിലെ എത്ര തൊഴിലാളികൾ ഈ സീതാഗോളിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കണക്ക് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മാധ്യമമിക്കോ മനോരമക്കോ ഏഷ്യാനെറ്റിക്കോ നിങ്ങളുടെ കൈകളിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട തൊഴിൽ